എല്ലാ കൂട്ടുകാർക്കും പരൂസ്യ കർത്താവിൻ്റെ ആഗമന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചിന്ത, ഈ ലോക ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരവസാനമുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. ഇന്നലെ നാം ചിന്തിച്ച ഭൗതിക ശരീരം, സ്വർഗീയ ശരീരം അതിൻ്റെ അംശം എൻ്റെ ഭൗതിക ശരീരത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം. എന്നാൽ ഈ ഭൗതിക ശരീരത്തിന് അവസാനമുണ്ടാകും. അതുകൊണ്ടാണ് നാം മിക്കവാറുമൊക്കെ നമ്മുടെ ദേവാലയങ്ങളിൽ മൃതസംസ്കാര കർമ്മം പങ്കെടുക്കുന്ന സമയത്ത് നാം ഭൗതിക ശരീരത്തിന് യാത്ര ചൊല്ലുകയാണ്. നമ്മുടെ ശരീരം, ഭൗതിക ശരീരം അവസാനിക്കുമ്പോൾ ആ നിമിഷം സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം പഠിക്കുന്നു: ജീവിതത്തിൽ, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ഭൗതിക ശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരം, മജ്ജയും മാംസവുമായ എൻ്റെ ഈ ശരീരം അവസാനിക്കുന്ന ആ നിമിഷം ഒരു വിധി നടത്തപ്പെടുന്നു. അതിനെ നാം വിളിക്കുന്ന പേരാണ് തനതു വിധി. ഒരു മനുഷ്യൻ ഈ ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിക്കുമ്പോൾ, അവൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ തനതു വിധി നടപ്പിലാകും. ഈ തനതു വിധി എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്രകാരമാണ് ജീവിച്ചത്, ഈ മജ്ജയും മാംസവുമാകുന്ന ശരീരം കൊണ്ട് ഈ ലോകത്തിൽ ഞാൻ എപ്രകാരമാണ് ജീവിച്ചത്, ആ ജീവിതത്തിന് അനുസരിച്ച് എനിക്ക് തനതു വിധി സമയം 3 ഇടത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ 3 ഇടങ്ങളിലും ഒരേ സമയം ഞാൻ 3 ഇടങ്ങളിലും പോകാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ. തനതു വിധി സമയം ഞാൻ പോകേണ്ട 3 ഇടങ്ങൾ ഏതാണ്? ഒന്ന്, എൻ്റെ ആത്മീയ ശരീരത്തെ കൊണ്ടുപോകേണ്ട ഇടമായി നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന സ്വർഗരാജ്യം, ചക്രവർത്തിയുടെ രാജ്യം. ചക്രവർത്തി എന്നെ കൊണ്ടുപോകാൻ വരുമ്പോൾ എത്തേണ്ട സ്ഥലം സ്വർഗം. 2, ശുദ്ധീകരണ സ്ഥലം. എൻ്റെ ജീവിതത്തിലെ, ഈ ലോക ജീവിതത്തിലെ ദൗത്യ നിർവഹണത്തിൻ്റെ ക്രയവിക്രയം അനുസരിച്ച് ഞാൻ ഒരു പക്ഷേ അവിടേക്കായിരിക്കാം പോകേണ്ടത്. 3ാമത് ഒരു സ്ഥലം, അന്ധകാര ശക്തികളുടെ, സാത്താൻ്റെ ശക്തികളുടെ ഉറവിടമായ നരകം. തനതു വിധി സമയത്ത് സംഭവിക്കുന്നത് ഇതാണ്: ഞാൻ ഈ ലോകത്ത് എൻ്റെ പിതാവിനാൽ അയക്കപ്പെട്ട ഞാൻ, ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ: കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജെറമിയായുടെ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിങ്ങളുടെ നാശത്തിന് വേണ്ടിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി. അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സിലുള്ള ആ പദ്ധതി നടപ്പിലാക്കാനായി ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണ് ഞാൻ. ഈ ലോകത്തിൽ പ്രത്യേകമായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി എന്നെ പുരോഹിതനാക്കി, എന്നെ സന്യാസിയാക്കി, എന്നെ കുടുംബജീവിതത്തിൽ കുടുംബനാഥയാക്കി, അല്ലെങ്കിൽ എന്നെ ഏകാന്ത ജീവിതത്തിലേക്ക് കർത്താവ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഞാൻ മടങ്ങിപ്പോകാനായിട്ടുള്ള ഇടങ്ങളാണ് ഈ 3 ഇടങ്ങളിൽ ഏതെങ്കിലും ഒന്ന്. സ്വർഗമാകുന്ന എൻ്റെ ചക്രവർത്തിയുടെ രാജ്യത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൽ ഇനിയും എന്നെ ആ ചക്രവർത്തിയുടെ രാജ്യത്തേക്ക് പോകാനായി, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താനുണ്ടെങ്കിൽ, എന്നെ തന്നെ ശുദ്ധീകരിക്കുവാനായി ഞാൻ ഇടേണ്ട ശുദ്ധീകരണ സ്ഥലത്ത് എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ
പൂർവീകരോ ഒക്കെ ഈ ലോകത്ത് ആയിരിക്കുന്നവർ എൻ്റെ ജീവിതത്തെക്കുറിച്ച് മനനം ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ ശുദ്ധീകരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ചക്രവർത്തിയുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ടുള്ള ഒരിടം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശുദ്ധീകരണ സ്ഥലം. മൂന്നാമത്തെ സ്ഥലം നിത്യ നരകാഗ്നി എന്ന് നാം പൊതുവെ പറയുന്ന നരകം. അവിടെ നിന്ന് ആർക്കും ശുദ്ധീകരണ സ്ഥലത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോകാൻ സാധിക്കില്ല. അത് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അന്വർത്ഥമാണ്. ലാസറും ധനവാനും തമ്മിലുള്ള ഉപമ കർത്താവ് പറയുമ്പോൾ നാം കേട്ടിട്ടുള്ളതല്ലേ. ഇവിടെ ആഡംബരത്തിൽ ജീവിച്ച ധനവാൻ പാവപ്പെട്ട ലാസറിനെ ശ്രദ്ധിക്കാതെ രണ്ടുപേരും മരണപ്പെട്ടപ്പോൾ ലാസർ അബ്രഹാത്തിൻ്റെ മടിയിലേക്കും ധനവാൻ അന്ധകാര ശക്തികളുടെ ഉറവിടമായ നരകത്തിലേക്കും പോകുന്നു. അപ്പോൾ നരകത്തിൽ കിടന്നുകൊണ്ട് ധനവാൻ വിളിക്കുകയാണ്. അബ്രഹാമിൻ്റെ മടിയിലിരുന്ന് ലാസറിനെ കണ്ടിട്ട് അവൻ്റെ കയ്യിൽ ഒരു തുള്ളി രക്തം വെള്ളം എടുത്തുകൊണ്ട് എൻ്റെ നാവിലേക്ക് ഒഴിക്കാനായി പിതാവായ അബ്രഹാമെ കൽപ്പിക്കണമേ. അപ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, അവിടെ നിന്ന് ആർക്ക് എങ്ങോട്ടോ ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ടോ വരാൻ സാധിക്കുകയില്ല. അതെ, നരകത്തിലേക്ക് പോയാൽ നരകത്തിലേക്ക് പോകുന്ന ഈ മനുഷ്യന് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകാനോ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകാനോ സാധിക്കുകയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നാം ഇന്നലെ നമ്മുടെ ധ്യാനചിന്തയിലെ സമാപനത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്, നമ്മുടെ ഭൗതിക ശരീരത്തിൽ ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടേണ്ട അംശങ്ങൾ വച്ചുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ ശുശ്രൂഷകൾ ആ ഭൗതിക ശരീരത്തെ ആത്മീയ ശരീരമാക്കി മാറ്റാനായി എന്നെ ദൈവം ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. എൻ്റെ ഈ ലോകജീവിതം സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതമാകട്ടെ. തനതുപതി സമയം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, അങ്ങനെ ചക്രവർത്തിയായ യേശുവിനോടൊപ്പം സ്വർഗരാജ്യത്തിലെ അവകാശിയായി മാറാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.